ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ഊർജിതം. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. 1986-ലെയും 89-ലെയും രേഖകൾ ആവശ്യപ്പെട്ട് RDO കോടതിയെ സമീപിച്ചു. സമീർ സി മുഹമ്മദ് കോഴിക്കോടും ചെയ്തു. സമീർ, ഈ കുറ്റാന്വേഷണ ലോകത്തൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പറയുന്ന മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. കൊലപാതകി താനാണെന്ന് പറയുന്നു. കൊല്ലപ്പെട്ട രണ്ടുപേർ ആരെന്ന് ഇതുവരെ ഒരു സൂചനയുമില്ല. ഇതിനായി ഈ പറയുന്ന മുഹമ്മദ് അലി പറഞ്ഞ വർഷങ്ങളിലൊക്കെ മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പരിശോധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം ഇരിട്ടിയിലേക്കും പാലക്കാടേക്കും വ്യാപിപ്പിച്ചു. അവിടെ നിന്നും കൃത്യമായ സൂചനകൾ കിട്ടുന്നില്ല. ഇനി അടുത്ത വഴി ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. അങ്ങനെയുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ അന്വേഷണത്തിന്റെ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാനാണ് പോലീസിന്റെ നീക്കം? സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ആരോപണങ്ങൾക്കപ്പുറത്ത് കൃത്യമായ തെളിവുകളൊന്നും ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് തുടർന്നുള്ള മുന്നോട്ട് പോക്കിന് കൃത്യമായിട്ടുള്ള രേഖകളും കൃത്യമായിട്ടുള്ള തെളിവുകളും വേണം. ആ തെളിവുകൾ തേടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തേടിക്കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അന്വേഷണ സംഘം ഒരു കത്ത് നൽകിയിരുന്നു. കൂടാതെയാണ് അന്വേഷണ സംഘം RDO കോടതിയിലേക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. 1986-ൽ കോഴിക്കോട് കൂടരഞ്ഞിൽ വെച്ചുകൊണ്ട് യുവാവിനെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നു എന്നാണ് മുഹമ്മദ് ഈ പ്രതി ആദ്യം നൽകിയിരിക്കുന്ന മൊഴി. അതുകൂടാതെ മറ്റൊരു മൊഴി നൽകിയിരിക്കുന്നത് മുഹമ്മദ് അലി പറയുന്നത് രണ്ടാമത്തെ ഈ മൊഴിയിലുള്ളത് കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ചുകൊണ്ട് ഒരു യുവാവിനെ കൊലപ്പെടുത്തി എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കൂട്ടുകാരൻ കൂടി തനിക്കൊപ്പം ഉണ്ടായിരുന്നു. കഞ്ചാവ് ബാബു എന്ന് വിളിക്കുന്ന ബാബുവാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഞ്ചാവ് ബാബു ആര് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. പക്ഷേ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് 2 ബാബുമാർ ഉണ്ട്. പക്ഷേ അത് 2 ബാബുമാരിൽ ഒരാൾ മരിച്ചു, ഒരാൾ ഈ നാട്ടിലില്ല എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കഞ്ചാവ് ബാബു ആരാണ് എന്ന് കണ്ടെത്താൻ കഴിയാത്തതും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇത്തരമൊരു വേളയിലാണ് ഇനി ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന നിലയിൽ ആ കാലയളവിൽ കേസ് അന്വേഷിച്ചിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്ക് ഇതിൻ്റെ തുടർന്നുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടരഞ്ഞിയിലെ യുവാവിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അന്നത്തെ ഇൻക്വസ്റ്റ് നടത്തിയിട്ടുള്ള തോമസ് എന്നുള്ള സബ് ഇൻസ്പെക്ടറെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം എറണാകുളത്താണ് ഉള്ളത്. അവിടെ എത്തിക്കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദാംശങ്ങൾ തേടുകയാണ് ഇപ്പോൾ തിരുവമ്പാടി പോലീസ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെയാണ് കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ നടത്തിയിട്ടുള്ള കൊലപാതകം ആ ഒരു വിഷയം. അതിൽ അന്നത്തെ നടക്കാവ് CI ആയിരുന്നു സുഭാഷ്. ആ വ്യക്തിയിൽ നിന്ന് അദ്ദേഹം പിന്നീട് റിട്ടയർഡ് ആയത് SP ആയിക്കൊണ്ടാണ്. അദ്ദേഹം കോഴിക്കോട് തന്നെയാണുള്ളത്. അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്.